ബിഗ് ബോസ് സീസൺ 6 അവസാന ക്യാപ്റ്റൻ ആരായിരിക്കും? സിജോയുടെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ നടക്കുമോ? നന്ദന പെട്ടിയെടുക്കുമോ അതോ ബിഗ് ബോസ് കളിക്കുമോ? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ക്യാപ്റ്റൻസി വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഇവരെ നോമിനേഷനിൽ മിക്കവാറും ഇടും. നോമിനേഷൻ ഫ്രീ ആയിരിക്കത്തില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ക്യാപ്റ്റൻസിയുടെ നോമിനേഷൻ കുറിച്ച് വോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 3 പേരെയാണ് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട്. 2 പേരുടെ പേര് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോരുത്തർ ആരുടെയൊക്കെ പേര് പറഞ്ഞെന്നും പിന്നെ ഞാൻ സിജോയുടെ ഗെയിമും കൂടെ പറയാം കേട്ടോ. അപ്പോൾ ഋഷി ഇവിടെ പറഞ്ഞത് ജിൻഡോനെ അർജുനെയാണ്. ജിൻഡോ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കാൻ ഈ പറയാൻ ആരും ബാക്കിയില്ല. ഇപ്പൊ ആരൊക്കെ തന്റെ പേര് പറഞ്ഞെന്ന കണക്ക് കൊടുക്കുന്നുണ്ട്. ജിൻഡോയുടെ പേര് എന്നെ ക്യാപ്റ്റൻ ആവണം, ക്യാപ്റ്റൻ ആവണം, ക്യാപ്റ്റൻ ആവണം. പിന്നെ ജിൻഡോയ്ക്ക് ഒട്ടും വയ്യ കേട്ടാ. എന്താ സംഭവം? കാൽ മുട്ട് വേദനയാണല്ലേ. എന്നിട്ട് ഇടയ്ക്ക് കൺഫെഷൻ റൂമിൽ പോകുന്നുണ്ട്, മരുന്ന് കഴിച്ചില്ലെന്ന് പറഞ്ഞ് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. ഉറക്കം എന്താണ് അല്ലേ? അപ്പോൾ എന്നാലും എന്താണെന്ന് അറിയില്ല. ജിൻഡോയ്ക്ക് കാൽമുട്ട് വേദനയുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഋഷി പറഞ്ഞത് അർജുനെയാണ്. അർജുന് ക്യാപ്റ്റൻ ആവണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഋഷിക്ക് മറ്റേ സംഭവം കൊടുത്തില്ലേ, അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്. ഒരു പ്രാവശ്യമല്ലേ ആയുള്ളൂ. അൻസിബ ഇവിടെ ജിൻഡോനെ പറയുന്നുണ്ട്, ജിൻഡപ്പനെ ശരിക്കുമുള്ള ക്യാപ്റ്റൻസി കാണണം. ശ്രീധുവിനെ പറയുന്നത് ശ്രീധു ഭയങ്കര ഹാപ്പി ആവുന്നു, പക്ഷെ ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസി മുഖത്തിൽ വെള്ളം കോരി ഒഴിക്കുന്നു സിജോ. നോറ ഇവിടെ സിജോയുടെ പേര് പറയുന്നു. അൻസിബയുടെ ഇത് പണി കൊടുക്കാൻ വേണ്ടി കൊടുത്തതാണ്. എനിക്ക് സിജോയുടെ ക്യാപ്റ്റൻസി ഒന്ന് കാണണം, എന്നിട്ട് വേണം ശരിക്കും എക്സ്പോസ് ആവാൻ. അൻസിബ ഇവളെ ശരിക്കും എക്സ്പോസ് ആക്കണം, അത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി കൊടുത്താ. ജാസ്മിൻ അർജുനെ പറയുന്നു, സിജോനെ പറയുന്നു. ഒരു ദിവസം മാത്രമല്ലേ ക്യാപ്റ്റൻ ആയുള്ളൂ, അപ്പൊ ഇനിയും സിജോയുടെ ക്യാപ്റ്റൻസി കാണണം. അർജുൻ ഇവിടെ സിജോനെയും ജിൻഡോനെയും പറയുന്നു. അഭിഷേക് ജിൻഡോനെയും ശ്രീധുവിനെയും പറയുന്നു. ഇതിനിടയിൽ ഒരാളിരിപ്പുണ്ട്, മുഖം ഇങ്ങനെ വാടിയിട്ട്. ആരായിരിക്കും? അപ്സര. ആരും എൻ്റെ പേര് പറയുന്നില്ലല്ലോ. ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല ക്യാപ്റ്റൻ ആയിരുന്ന എൻ്റെ പേര്. അപ്പൊ ജിൻഡോ അർജുനെയും ശ്രീധുവിനെയും പറയുന്നു. അപ്സര വന്നിട്ട് അങ്ങനെ ഇപ്പോൾ ഇതാക്കണ്ട, എനിക്ക് സിജോ ചേട്ടനാവണം, പിന്നെ സായി ചേട്ടനാവണം. നല്ല ഗെയിമേഴ്സാണ് 2 പേരും. അത് കഴിഞ്ഞ് സിജോ വന്നിട്ട് അർജുനെയും അപ്സരനെയും പറയുന്നു. അതുപോലെ സായി സിജോനെയും ജിൻഡോനെയും പറയുന്നു. ശ്രീധു അർജുനെയും ജിൻഡോനെയും പറയുന്നു. നന്ദന ഋഷിനെയും സായിയെയും പറയുന്നു. അങ്ങനെ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കുന്ന 3 പേർ സായി, ജിൻഡോ, സോറി സിജോ, ജിൻഡോ, അർജുൻ. 3 പേരാണ്. ഇവർക്ക് 3 പേർക്ക് ആഗ്രഹമുണ്ട് ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട് കേട്ടാ. ഇപ്പൊ അവിടെ അമൃതവേദിയുടെ ടാസ്ക് കിടക്കുകയാണ്, സ്പോൺസേർഡ് ടാസ്ക്. ഇനി സിജോയുടെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും. സിജോ, നന്ദന, സായി ഇവർ 3 പേരും ഒരു ഗ്രൂപ്പാണ് കേട്ടാ. ഗ്രൂപ്പാണ്. വീട്ടിൽ പല ഗ്രൂപ്പുകളും. അൻസിബ, ഋഷി, അഭിഷേക് ഇവരൊരു ഗ്രൂപ്പാണ്. ജിൻഡോ അവിടെ പോവും, ഇവിടെ പോവും, അവിടെ പോവും, ഇവിടെ പോവും, ഇങ്ങനെയാണ്. അപ്സര പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിലൊന്നുമില്ല, പക്ഷെ കൂടുതലും ഇരിക്കുന്നത് നമ്മുടെ സിജോ സായിയുടെ കൂടെയാണ്. കാര്യം അവര് വീട്ടിനകത്തെ ഏറ്റവും പ്രഖ്യാപിത ഗെയിമേഴ്സാണ്. ഏറ്റവും വലിയ വീട്ടുകാരുടെ മുന്നിലുള്ള ഏറ്റവും നല്ല ഭയങ്കരമായ ഗെയിമേഴ്സായിട്ട് അവർ കാണുന്നത് സിജോയിനെ സായിനെയാണ്. അങ്ങനെ കാണുന്നത് മനസ്സിലായോ? അപ്പോൾ അവർ അർജുനെയും ജിൻഡോ, അഭിഷേക് ഇവരൊന്നും അവർ ഗെയിമേഴ്സായിട്ടൊന്നും കാണുന്നത് ഇവരെയാണ് കൂടുതലും വീട്ടുകാരുടെ കണ്ണി. അതാണ് സായിക്ക് ജയിൽ നോമിനേഷൻ പോലും വന്നിട്ടില്ല. പിന്നെ സായിക്ക് നടുവേദനയുണ്ട്, പക്ഷെ എന്നാലും ഒന്നും പറയുന്നില്ല. അവർ ഭയങ്കരമായിട്ട് ഗെയിമേഴ്സായിട്ട് വെച്ചേക്കാണ്. അതുകൊണ്ട് നന്ദനയ്ക്ക് ഭയങ്കര താല്പര്യമാണ് സിജോയുടെ സായിയുടെ കൂടെ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. നന്ദന ഇവിടെ പറയുന്നുണ്ട്, ഞാൻ ബാംഗ്ലൂർ ഡേയ്സിലെ എന്താ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിലെ കുട്ടേട്ടനും അറിഞ്ഞൂടെ ആ ഒരു കോംബോ 3 പേര്, 2 ആമ്പിള്ളേർ, ഒരു പെൺകുട്ടി, അങ്ങനെ ബ്രദേഴ്സും ഒരു സിസ്റ്ററുമായിട്ടുള്ള കസിൻ കോംബോ ആയിട്ടാണ് നന്ദന ഫീൽ ചെയ്യുന്നത് സിജോനെയും സായിനെയും. അത് മാത്രമല്ല ഇവർ 2 പേരും നല്ല ശക്തരായ ഗെയിമേഴ്സ് ആണെന്നുമാണ് നന്ദനയുടെ മനസ്സിൽ. നമുക്കങ്ങനെയല്ല, അവർ വിചാരിക്കുന്നത് അവരുടെ ഗെയിമാണിത്, നമ്മളല്ല പറയുന്നത്. ഇത് അവർ വിചാരിക്കുന്ന കാര്യങ്ങളാണ്, അവരുടെ ഗെയിമേഴ്സ്. അപ്പം നമ്മൾ പുറത്തും അവർ ഗെയിമേഴ്സായിട്ട് കാണും, പക്ഷെ അവർ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നതൊക്കെ. അവരുടെ കണക്കൂട്ടലുകളൊക്കെ പ്രേക്ഷകരുമായിട്ട് കറക്റ്റായിട്ട് വരുമ്പോഴാണ് സിങ്കായി വരുന്നത്. അപ്പോൾ അവരുടെ കണക്കൂട്ട്. അപ്പോൾ സിജോ ഇവിടെ നന്ദനയെ വിളിച്ചിരുത്തിയിട്ട് പെട്ടിയെടുക്കണം, നന്ദനയ്ക്ക് പെട്ടിയെടുപ്പിക്കണം. സാധാരണ ഇങ്ങനെ കണക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് കളി കളിക്കും. ഇവിടെ ബിഗ് ബോസ് അവർക്ക് വല്ല ടാസ്കും കൊടുക്കും പെട്ടിയെടുക്കലിന്. എനിവേ അവിടെ എല്ലാവരും നന്ദന പെട്ടിയെടുക്കണം എന്ന് പറഞ്ഞാൽ നിൽക്കണം, കാര്യം നന്ദനയ്ക്ക് വീടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കൊണ്ട്. പക്ഷേ ഇവർ ഒരു മാസം മുന്നേ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ സിജോയുടെ ടോപ്പ് 5ഉം അതിൻ്റെ പെട്ടി എങ്ങനെ എടുക്കാം, ആരെയൊക്കെ മറികടക്കാം എന്ന് നന്ദനയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ സിജോ ടോപ്പ് 5ൽ ജാസ്മിൻ ഇല്ല, ശ്രീധു ഈ ആഴ്ച പോകും, അപ്സര ഉണ്ടാകും ടോപ്പ് 5ൽ. അപ്സരയെ മാത്രം ഞാൻ എന്തുകൊണ്ടെന്നറിയാമോ ടിക്കറ്റ് ഫിനാലെ ബോണസ് കളിപ്പിച്ചത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാ? സിജോ ഇവിടെ പറയുന്നുണ്ട്, അപ്സരയെ മാത്രം ഞാൻ ടിക്കറ്റ് ഫിനാലെ ബോണസ് കളിപ്പിക്കാനുള്ള കാരണം അവളുടെ സ്കിൽസൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലാകും. അവർ ശ്വാസം വിടുന്നത്, അവൾക്ക് ശ്വാസം എടുക്കാൻ കഴിയുമോ, അവളുടെ മെമ്മറി സ്കില്ല്, അവളുടെ ഫിസിക്കൽ സ്ട്രെങ്ത്, ഇതൊക്കെ എനിക്ക് പുറത്ത് നിന്ന് കാണാൻ കഴിയും.
അതിന് അപ്സര ഉണ്ടായിട്ട് വേണ്ടേ ടിക്കറ്റ് ഫിനാലയിൽ ഈ ആഴ്ച പറയാൻ പറ്റില്ലാത്ത കേട്ടോ അപ്സര ഔട്ടാകുമോ ഇല്ലയെന്നൊന്നും. ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ നോ എവിക്ഷൻ ആണെങ്കിലോ ഇങ്ങനെ അപ്സര അടിച്ച് അകത്തേക്ക് കയറും. അപ്പൊ അപ്സരയുടെ സ്കില്ല് മനസ്സിലാക്കാനാണ് സിജോ ഇറങ്ങാത്തത് കേട്ടോ. അപ്പൊ നിന്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാവണം. ടിക്കറ്റ് ഫിനാലെ ജാസ്മിന് കിട്ടിയാൽ അവൾ 12th വീക്കിൽ 13th വീക്കിൽ അവൾ എന്താണ് സേഫ് ആയിരിക്കും. അപ്സര കയറും. പിന്നെ ആര് വിക്റ്റാകും? നോറയെ നീ താണ്ടണം. അതൊക്കെ നീ ഈസി ആയിട്ട് നോറേനെ ജയിച്ചു വരും. അൻസിബ അത് പിന്നെ ഈ ആഴ്ച പോവുമല്ലോ. ശ്രീതുവും കൂടെ പോവും. സിജോയുടെ കാൽക്കുലേഷൻ ആണ്. അപ്പൊ നന്ദന ഞാൻ കോൺഫിഡൻസ് ആണ് ചേട്ടാ. ടാസ്കിൽ ഞാൻ 100%. ഇവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ടാസ്ക് ആണോ ഗെയിമെന്ന്. ടാസ്ക് വെറുതെ ഒരു ആഡഡ് ബെനിഫിറ്റ് മാത്രമാണ്. നമുക്ക് കുറച്ച് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അവിടെയുള്ള ഗെയിം, മെന്റൽ ഗെയിം, നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ അഭിപ്രായങ്ങൾ, നിലപാട്, ഇതൊക്കെയാണ് അവിടെ ഗെയിമായിട്ട് വരുന്നത്. അതല്ല ഇവർ കാണുന്നത്. അപ്പൊ സിജോ ഫിസിക്കൽ ഗെയിമിൽ ഞാൻ വളരെ വീക്കാണ്, പക്ഷേ ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിക്കും. പിന്നെ ഞാൻ ബോണസ് പോയിന്റ് ഒക്കെ വിൻ ചെയ്യാൻ വേണ്ടി നോക്കി, പക്ഷേ സാധിച്ചില്ല. പിന്നെ നെക്സ്റ്റ് ടീമാണ് ജയിക്കുമെന്ന് എനിക്കറിയാം. അതായത് ബോണസ് എന്തായിരുന്നാലും ടിക്കറ്റ് ഫിനാലയിൽ അഭിഷേക് വരും, ജിൻഡോയും വരും. അവർ ഈ അവസാനം ഈ മിഡിൽ കയറിയ ആൾക്കാരല്ലേ, അവർക്ക് കൺഫേംഡ് ആണ്. 12th വീക്ക് അൺപ്രഡിക്റ്റബിൾ ആവും. നീ നോറേനെ മറികടക്കണം. അപ്സര എന്തായാലും ടോപ്പ് 5 കയറും. നിനക്ക് നോറേനാണ് നീ മറികടക്കേണ്ട, വേറെ ഒന്നുമില്ല. അൻസിബയും ശ്രീതും ഒക്കെ ഈ ആഴ്ച ഔട്ടാകും എന്നാണ് നമ്മുടെ സിജോയുടെ കണക്കൂട്ടല്. അപ്സര നേരെ ടോപ്പ് 5 കയറും. അപ്പം നിന്നെ ആകെ കൂടെ നീ ഇതാക്കേണ്ടത് അൻസിബയും നോറേനെയൊക്കെയാണ്. 100% നീ ടാസ്കിൽ കൊടുക്കുക. പണപ്പെട്ടി എടുക്കാൻ വേണ്ടിയിട്ട്. പണപ്പെട്ടി നന്ദനയ്ക്ക് തന്നെയാണ് കേട്ടോ. അപ്പം സിജോ റാങ്കിങ് ടാസ്കിൽ 1ാം സ്ഥാനം കിട്ടിയ അഭിഷേക് ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ പോലെയാണ് അവന് കിട്ടിയത്. വെറുതെ ഓരോ ഡയലോഗ് അടിച്ച് കിട്ടി. എനിക്ക് വേണമെങ്കിൽ ഒപ്പോസ് ഒക്കെ ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് അസൂയൊന്നുമില്ല അഭിഷേകിന് കിട്ടിയ, പക്ഷെ അവനല്ല ആവേണ്ടിയിരുന്നത്. അത്രേ ഉള്ളൂ. അത് ഞാൻ എന്തായാലും പറയും. അത് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അഭിഷേകിന് അഗൻസ്റ്റ് ആയിട്ട് സിജോ പറഞ്ഞല്ല പോയിന്റ്. പിന്നെ നോറ അവൾ ഇവിടെ 100 ദിവസം പ്ലാൻ ചെയ്ത് വെച്ചേക്കുകയാണ്. ജേർണി, അവളുടെ യാത്ര തന്നെ അവൾ പ്ലാൻ ചെയ്ത് വന്നേക്കുകയാണ്. നോറ നമ്മുടെ ഗ്യാങ്ങിൽ കയറാൻ വേണ്ടി നോക്കി. ഞാനുള്ളത് കൊണ്ട് വന്നില്ല. ഗ്യാങ്ങിൽ കയറാൻ വേണ്ടി നോറ കറങ്ങി കിടക്കുകയാണ്. ചേട്ടാ എനിക്ക് നമ്മളോട് എല്ലാവർക്കും കുശുമുണ്ട്. നമ്മൾ 3 പേരോടും, എന്നോടും സായിച്ചേട്ടനോടും സിജോനും. നമ്മളെ മറ്റേ ബാംഗ്ലൂർ ഡേയ്സിലെ കുട്ടേട്ടൻ കണ്ണേട്ടൻ പോലെ അതാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളെല്ലാവർക്കും അസൂയയാണ്. നമ്മളെ അസൂയയോടെയാണ് കാണുന്നത്. അപ്പോൾ ഇവർ കുറച്ച് പൊസസീവൊക്കെ കാണിക്കുന്നുണ്ട്. നന്ദന എന്നെ എന്താ ആദ്യം വിളിച്ചില്ല, എന്നെ എന്തിനു വിളിക്കാത്തത്? ഇപ്പൊ ഈ ടാസ്കിൽ, സ്പോൺസേഡ് ടാസ്കിൽ എന്നെ വിളിക്കാത്തതുകൊണ്ട് ദേഷ്യത്തിലിരിക്കുകയാണ് നന്ദന സിജോയോട് സായിയോടൊക്കെ. അപ്പൊ ആ രീതിയിൽ ഇവരുടെ ഒരു ഗ്രൂപ്പ്. മറ്റപ്പുറത്ത് എന്താണ് അൻസിബയും ഋഷിയും. എൻ്റെ പൊന്നോ നോറയെ 2 ദിവസം മൊത്തം നോറയെ പറച്ചിലായിരുന്നു. ജിൻഡോ വരും പോകും, അഭിഷേക് വരും പോകും, ഇങ്ങനെ ഗ്രൂപ്പുകളായി തുടങ്ങി കേട്ടാ. പക്ഷെ എന്നാലും ഇതിനകത്ത് ഇൻഡിവിജ്വലായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന കുറച്ച് പേരുണ്ട്. നോറ, ജാസ്മിൻ, ജിൻഡോ, പിന്നെ അപ്സര. ഇവരൊക്കെ ഇൻഡിവിജ്വലായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ കളി. ഇവിടെ മറ്റേ സ്പോൺസേഡ് ടാസ്ക് കഴിഞ്ഞു. അമൃതവേണിയുടെ 2 ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നത്. ക്യാപ്റ്റൻസി മിക്കവാറും ലാലേട്ടൻ്റെ മുന്നിലായിരിക്കും ക്യാപ്റ്റൻസി ടാസ്ക് നടത്തുന്നത്. ജിൻഡോ, സിജോ, നന്ദന, അൻസിബ, ഋഷി ഒരു ഗ്രൂപ്പ്. നോറ, ജാസ്മിൻ, അപ്സര, അർജുൻ, ശ്രീതു ഒരു ഗ്രൂപ്പ്. അഭിഷേകും സായിയും ജഡ്ജസ് ആണ്. അപ്പോൾ ഇങ്ങനെ അവരുടെ സംഭവങ്ങൾ. ക്യാപ്റ്റൻസി മിക്കവാറും ഉണ്ടാവും. ക്യാപ്റ്റൻ മിക്കവാറും നോമിനേറ്റഡ് ആവും കേട്ടോ. അങ്ങനെ അവസാന ക്യാപ്റ്റൻ ആവാനാണ് ചാൻസ്. ടിക്കറ്റ് ഫിനാലെ ആയിരിക്കും മിക്കവാറും അടുത്ത ടാസ്ക്. അത് കഴിഞ്ഞ് മണി ബാഗ് വെക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.